ENT എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം പറയുന്ന ഇയറിന്ന് തുടങ്ങാം. കാരണം ചെവിക്ക് എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴാണല്ലോ നമ്മൾ ENT ആദ്യം മനസ്സിൽ വിചാരിക്കുന്നത്. ചെവിയുടെ കാര്യം പറയുമ്പോൾ വാക്സ്, അതായത് അതിപ്പോഴും ഒരു കൺഫ്യൂഷനാണ്. വാക്സ് എന്ന് പറയുന്ന സാധനം ക്ലീൻ ചെയ്യണോ വേണ്ടയോ? ചിലർ പറയും അത് പ്രൊട്ടക്ഷനാണ്, ക്ലീൻ ചെയ്യേണ്ട. ചിലർ പറയും അത് ക്ലീൻ ചെയ്യണം. ഇതിലേതാണ് സത്യം? വാക്സ് എന്ന് പറഞ്ഞത് ഇപ്പം നമുക്ക് എല്ലാവരും ഒരു മിസ്കൺസെപ്ഷനാണ്, അത് വാക്സ് വന്നാൽ ഉടനെ അത് ക്ലീൻ ചെയ്യണമെന്നുള്ളത്. സത്യം പറഞ്ഞാൽ അതിൻ്റെ ആവശ്യമില്ല. ഈ വാക്സ് ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നോർമൽ പൊടികൾ, നമ്മൾ നോർമലി നടക്കുമ്പോഴും അവിടേക്കുള്ള പൊടികൾ ചെവിക്കകത്ത് കയറുന്നു. പിന്നെ നമ്മുടെ ചെവിക്കകത്തെ സ്കിന്ന് അത് ഷെഡ് ചെയ്തിട്ടും അക്യുമുലേറ്റ് ആയിട്ട് വരുന്നൊരു സംഭവമാണ് ഈ വാക്സ് എന്ന് പറയുന്നത്. ഈ വാക്സ് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ചില കാരണങ്ങളുണ്ട്. അതായത് വാക്സ് ഉണങ്ങിക്കഴിഞ്ഞിട്ട് അത് നമ്മുടെ ചെവിയിൽ തട്ടിയിട്ട് നമുക്ക് വേദന വരും. അങ്ങനെയുള്ള ടൈമിൽ നമുക്ക് വാക്സ് റിമൂവ് ചെയ്യാൻ നമ്മൾ അഡ്വൈസ് ചെയ്യും. ഉണങ്ങാന്ന് പറഞ്ഞാൽ അത് ഹാർഡാവും. അതെ. സെക്കൻഡ് തിങ്, ചിലവർക്ക് വാക്സ് ഇത്ര നിറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് കേൾക്കാൻ ബുദ്ധിമുട്ട് വരും. ചെവി അടഞ്ഞ പോലെ. അതെ, ചെവി അടഞ്ഞിട്ടും അവർക്ക് അടുത്തുള്ള ആൾക്കാർ പറയുന്നൊന്നും കേൾക്കത്തില്ല. അങ്ങനെ വന്ന് അവർ ചെക്ക് ചെയ്യുമ്പം നമ്മൾ പറയും വാക്സ് ഉണ്ടെങ്കിൽ അത് നമുക്ക് റിമൂവ് ചെയ്യുന്നതാണ് കുറച്ചും കൂടി ഭേദം എന്നുള്ളത്. ഇപ്പോൾ ഒരു പ്രശ്നവുമില്ലാതെ, ഒരു വേദനയോ ഇല്ലോ കേൾവിയടവോ ഒന്നും ഇല്ലാതെ തന്നെ വാക്സ് ഇരിക്കുവാണെങ്കിൽ അതൊരു പ്രൊട്ടക്റ്റീവ് മെക്കാനിസം കൂടിയാണ്. ഫോർ എക്സാമ്പിൾ, ചെവിക്കകത്ത് പ്രാണി പോവുകയാണ്. പ്രാണികൾ പോയി കഴിഞ്ഞാൽ നമ്മുടെ ചെവിയുടെ പാട, ഇയർ ഡ്രം എന്ന് പറയും, അത് നമ്മൾ ടിമ്പാനിക് മെമ്പറൈൻ എന്നാണ് പറയുന്നത്, അവിടെ പോയി തട്ടി അതിൻ്റെ മുറിവുണ്ടാക്കലിൽ നിന്ന് ഈ വാക്സ് ആണ് രക്ഷപ്പെടുത്തുന്നത്, അകത്തോട്ട് കയറി പോകാതെ. പിന്നെ നമ്മൾ സ്വിമ്മിംഗ് പൂളിൽ പോവാണ്, ഇല്ലേ നമ്മൾ പുഴയിലോ കുളത്തിലോ കുളിക്കാൻ പോകുമ്പം വെള്ളം ചെവിക്കകത്ത് കയറിയിട്ട് അവിടെ ഫംഗസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ വാക്സ് അതിനെ എല്ലാം നിന്നും നമ്മൾ പ്രൊട്ടക്ട് ചെയ്യും. കാരണം വെള്ളം അകത്ത് പോകാതെ ഈ വാക്സ് അവിടെ തടഞ്ഞു നിർത്തി അതൊരു പ്രൊട്ടക്റ്റീവ് മെക്കാനിസം. നമ്മുടെ കേൾവിയെ പ്രൊട്ടക്ട് ചെയ്യുന്ന സാധനമാണ് ഈ വാക്സ് എന്ന് പറയുന്നത്, അല്ലേ? നമ്മുടെ ചെവിയുടെ ഈ ഡ്രമ്മിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. ഓക്കെ. വാക്സ് അക്യുമുലേഷൻ ഒരു അസുഖമല്ല, അതൊരു നോർമൽ മെക്കാനിസമാണ്. നമ്മുടെ പുറത്തുള്ള തൊലി തന്നെയാണ് നമ്മുടെ ചെവിയുടെ കനാലിനകത്തുള്ളത്. അതിൽ ഈ വിയർപ്പിന്റെ ഗ്രന്ഥികളുണ്ട്, വേറെ പല സെക്രീഷൻസും ഉണ്ടാക്കുന്ന ഗ്രന്ഥികളുണ്ട്. അപ്പം അതിൻ്റെ സെക്രീഷൻസും ഡോക്ടർ പറഞ്ഞ പോലെ നോർമൽ സ്കിന്ന് ഷെഡ് ചെയ്യുന്നതും പുറമേ നിന്നുള്ള പൊടി എല്ലാവരും കൂടെ ചേരുന്നതാണ് ഈ വാക്സ്. ചുരുക്കം സാഹചര്യങ്ങളിൽ ഈ വാക്സ് ഒരു അസുഖമായി മാറുന്നത് കെരറ്റോസിസ് എന്ന് പറഞ്ഞൊരു കണ്ടീഷനുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ വാക്സ് ഇരുന്നിരുന്ന് അതിന് ചുറ്റും ഒരു ലെയർ പോലെ, അതായത് ഒരു ബാഗിനകത്ത് ഈ സാധനങ്ങൾ നിറഞ്ഞിരിക്കുന്ന പോലെയായിട്ട് ഈ ബാഗ് നമ്മുടെ ചെവിയുടെ കനാലിൻ്റെ അകത്തുള്ള തൊലിയിലോട്ട് അഴുകി ചേരുന്ന ഒരവസ്ഥയുണ്ട്. അത് വന്നു കഴിയുമ്പോൾ പലപ്പോഴും പേഷ്യൻസ് കഠിനമായ ചെവി വേദനയായിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ ഈ ഒരു കെരറ്റോസിസ് എന്ന് പറഞ്ഞ കണ്ടീഷനിലോട്ട് പോയി കഴിയുമ്പോൾ അതൊരു അസുഖമാണ്. നമ്മളതിനെ ഒന്നോ രണ്ടോ സിറ്റിങ്ങിലായിരിക്കും നമുക്കത് മൊത്തമായിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റുക. കാരണം ഈ ബാഗ് പോലത്തെ സ്ട്രക്ചർ ഈ തൊലിയോട് ചേരുമ്പം അതിൻ്റെ ഇടയിൽ മാംസം വളർച്ച, ഗ്രാനുലേഷൻ ടിഷ്യൂ എന്ന് പറഞ്ഞാൽ മാംസം വളർച്ച വരികയും പിന്നെ അതിൽ നിന്നും അത് ക്ലീൻ ചെയ്യുമ്പോഴാണ് പേഷ്യൻസിന് അതികഠിനമായ വേദനയും അത് പതുക്കെ നമുക്ക് 2-3 പ്രാവശ്യമായിട്ട് മരുന്നൊഴിച്ച് ആ മാംസം വളർച്ചേനെ ചുരുക്കിക്കളയുന്ന മരുന്നുകൾ ഉപയോഗിച്ച് ഒക്കെയാണ് അത് ക്ലീൻ ചെയ്യാൻ പറ്റുക. അപ്പം ചുരുക്കം ചിലരിൽ ഈ വാക്സ് കെരറ്റോസിസ് എന്ന് പറഞ്ഞ കണ്ടീഷനിലോട്ട് പോകുമ്പോൾ അത് പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യും. അപ്പൊ അൺലെസ് ആൻഡ് അൺടിൽ ഇപ്പൊ നമ്മൾ ചിലപ്പോൾ കാരണന്മാരൊക്കെ പറയുമല്ലോ ചെവിയിൽ ചിലപ്പോൾ ഇത് നിറഞ്ഞിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും കേൾക്കാത്ത, അപ്പൊ അതെടുത്ത് പോയി ക്ലീൻ ചെയ്യണം, അത് ഇടയ്ക്ക് ക്ലീൻ ചെയ്യണം എന്നൊക്കെ പറയും. വേദനയില്ല, ഇതുപോലെ ചെവി കേൾവിക്ക് പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ കളയണ്ട. അപ്പൊ നമ്മൾ ഈ മറ്റേ ഇയർബഡ്സ് ഒക്കെ ഇട്ട് കുത്തുന്നത് ഒരിക്കലുമില്ല. കാരണം നമ്മുടെ ചെവിയുടെ കനാൽ എന്ന് പറഞ്ഞ ചെവിക്ക് 3 ഭാഗങ്ങളാണുള്ളത്: പുറംചെവി, നടുച്ചെവി, അകംചെവി. ഇത് 3ഉം സെപ്പറേറ്റ് ആയിട്ടുള്ള കമ്പാർട്ട്മെന്റ്സ് ആണ്. അപ്പൊ ഈ പുറംചെവി അവസാനിക്കുന്നതാണ് ഡോക്ടർ പറഞ്ഞ പോലെ ഇയർ ഡ്രം എന്ന് പറഞ്ഞ നമ്മൾ കൊളോക്കിയലി പറയുന്ന ടിമ്പാനിക് മെംബ്രെയിൻ എന്ന് പറഞ്ഞ ആ ഒരു പാടയിൽ. അപ്പൊ അതൊരു ഹോളോ ഒരു കനാലാണ്. അപ്പൊ അതിനകത്ത് നമ്മൾ ബ്ലണ്ട് ആയിട്ടുള്ള ഒരു ഇയർബഡ് വെച്ച് കുത്തുമ്പം ഇറ്റ് ഇസ് ലൈക്ക് ദ ടിപ്പ് ഓഫ് ദി ഐസ്ബർഗ്. അതിൻ്റെ ഒരു അറ്റം ഇതിൽ പറ്റി വരും എന്നല്ലാണ്ട് മേജർ ആയിട്ടുള്ള പോർഷൻ ഇതിൻ്റെ അകത്ത് തന്നെ ഇരിക്കും. നമ്മളതിനെ തള്ളി അകത്തോട്ട് കയറ്റുവാണ് ലിറ്ററലി ചെയ്യുക ഈ ബഡ്സ് ഉപയോഗിച്ച്. അപ്പോൾ ഗുണത്തേക്കാൾ കൂടുതൽ ദോഷമാണ് നിങ്ങൾ ഇയർബഡ്സ് യൂസ് ചെയ്യുമ്പം സംഭവിക്കുന്നത്. ഇത് അകത്തോട്ട് ഇമ്പാക്റ്റഡ് ആയി പിന്നെ ഇത് നമുക്ക് ക്ലീൻ ചെയ്യാനും പാടായിരിക്കും. നിങ്ങൾ ഉപയോഗിക്കുന്ന ഫോഴ്സ് കൂടിപ്പോയാൽ പാടയിൽ തട്ടി പാട പൊട്ടി ഇയർ ഡ്രമ്മിൽ പെർഫറേഷൻ വരുന്ന സിറ്റുവേഷൻ ഒക്കെ ഉണ്ടാവും. സോ യൂസിങ് ഇയർബഡ്സ് ഒരിക്കലും ഉപയോഗിക്കരുത്. ഇൻഫാക്ട് ചെവിക്കകത്ത് ഒന്നും തന്നെ സ്വയം ഉപയോഗിക്കാതിരിക്കുക. ചെവി വേദനയോ അടപ്പോ ഉണ്ടായാൽ ENT ഡോക്ടേഴ്സിന്റെ അടുത്ത് വരിക, അവരത് നോക്കി എന്താണ് സിറ്റുവേഷൻ അക്കോർഡിംഗ് ആയിട്ട് അതിനുള്ള ചികിത്സ ചെയ്യും തരും. അപ്പൊ ഡോക്ടർ നേരത്തെ പറഞ്ഞ പോലെ ഈ ചെവിക്കകത്ത് പ്രാണി പോകുന്ന സീൻ പറഞ്ഞല്ലോ. ഇപ്പൊ ചെവിക്കകത്ത് ഉറുമ്പ് തൊട്ട് അങ്ങോട്ടുള്ള എല്ലാ പ്രാണികളും പോകുന്നത് നമ്മൾ കേൾക്കാറുണ്ട്. പക്ഷെ നമ്മളപ്പോൾ ആദ്യം ചെയ്യും, ഇപ്പൊ അമ്മമാരൊക്കെ പറയും ഏത് ചെവിയിലാണോ പോയി ആ ചെവിയുടെ ഭാഗത്തേക്ക് ഇങ്ങനെ തിരിഞ്ഞിടന്നിട്ട് അതിലേക്ക് എണ്ണ ഒഴിക്കുക, ചെറിയ ചൂടുള്ള വെള്ളം ഒഴിക്കുക എന്നൊക്കെ പറയും. അങ്ങനെ പോയാൽ നമ്മൾ ശരിക്കും എന്താ ചെയ്യേണ്ടത്? എന്തേലും ഹോം റെമഡീസ് ഉണ്ടോ അതിന്? ആക്ച്വലി ഡോക്ടറിന്റെ അടുത്ത് പോകണം. ഓഫ് കോഴ്സ്. ഇപ്പൊ ഒട്ടും പോകാൻ പറ്റാത്തൊരവസ്ഥയാണെങ്കിൽ ചൂടെണ്ണ ഒരിക്കലും ഒഴിക്കാൻ പാടില്ല. നോർമൽ ഇപ്പം വെള്ളം
നമ്മളിപ്പോൾ ഒട്ടും വയ്യാത്തൊരു സ്ഥലം പെട്ടെന്ന് തന്നെ ചെയ്യണം, വീട്ടിൽ ചെയ്യണം, ഇല്ല കൊച്ചിൻ്റെ ചെവിയിലോട്ട് പോയി കൊച്ചു ബഹളമാണ്, അങ്ങനെയാണ് ആദ്യം ചെയ്യുന്നത്. വേണമെങ്കിൽ നോർമൽ ചെറിയൊരു നോർമൽ വെള്ളം വേണമെങ്കിൽ, ഞാൻ വെള്ളം ഒഴിക്കണമെന്നല്ല പറയുന്നത്, ഇൻ കേസ് ഓഫ് എമർജൻസി അത് വെള്ളം ഒഴിച്ചിട്ട് പറഞ്ഞ പോലെ ചെവി ഒന്ന് ചെരിഞ്ഞ് പിടിച്ചാൽ ചിലപ്പോൾ അതിൻ്റെ കൂടെ ഇത് ഇറങ്ങിപ്പോരും. ചൂട് എണ്ണ ഒഴിക്കുന്നത് ഞങ്ങൾ ഒരിക്കലും അങ്ങനെ എൻ്റർടൈൻ ചെയ്യാറില്ല. കാരണം ചൂടെണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അകത്ത് പൊള്ളാം. ചെവിയുടെ ചൂടെണ്ണ മറ്റേ വോം വോം അത്ര ആണെങ്കിലും ല്യൂക്ക് വോം ആണെങ്കിലും നമ്മളത് വേണ്ട എന്നാണ് സാധാരണ അഡ്വൈസ് ചെയ്യാറുള്ളത്. പിന്നെ പല അലർജിക് റിയാക്ഷൻസ് ഉണ്ടാക്കാം. ചെയ്യുന്നത് പലർക്കും ഈ എണ്ണകളോടൊക്കെ തൊലി റെസ്പോണ്ട് ചെയ്യുന്ന പല രീതിയിലായിരിക്കും. അപ്പം നമുക്ക് കിട്ടേണ്ടത് ആ പ്രാണി പോയതിൻ്റെ ഒരു അസ്വസ്ഥത മാറുക എന്നുള്ളതാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞ ഒരു ലൂക്ക് വാം, ആ ലൂക്ക് വാം എന്ന് പറയുന്നതിന് സിഗ്നിഫിക്കൻസ് ഉണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ ചെവിക്കകത്തോട്ട് ഒരു നോർമൽ അല്ലെങ്കിൽ തണുത്ത ടെമ്പറേച്ചർ അല്ലെങ്കിൽ നോർമൽ ടെമ്പറേച്ചറിൽ വെള്ളം ഒഴിക്കുമ്പോൾ തലകറക്കം അങ്ങനെ പല കാര്യങ്ങളും ട്രിഗർ ആകാം. അപ്പൊ നമ്മൾ ചെവി ക്ലീൻ ചെയ്യുമ്പോഴൊക്കെ ഉപയോഗിക്കുന്ന വെള്ളം ആക്ച്വലി അല്പം ചൂടുള്ള ചെറിയ വാം ആയിട്ടുള്ള വെള്ളമാണ് നമ്മൾ ഒഴിക്കുക. അപ്പം അത് എമർജൻസി, അതായത് ഈ പറഞ്ഞ പോലെ ഭയങ്കര അസ്വസ്ഥത കിടന്ന് പിടയ്ക്കുകയാണ്, ഹോസ്പിറ്റൽ വരെ എത്തുമ്പോഴത്തേക്കുമുള്ള അസ്വസ്ഥത കുറയ്ക്കാനായിട്ട് ഇതേപോലെ ഇളം ചൂടുവെള്ളം ഒന്നും ഒഴിച്ചാൽ കുഴപ്പമില്ല. പക്ഷേ എന്നാൽ പോലും എത്രയും വേഗം ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ വന്ന് ENT ഡോക്ടറിനെ കാണിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. തനിയെ ഒന്നും തന്നെ റിമൂവ് ചെയ്യാനോ ഈ എണ്ണ അങ്ങനത്തെ വേറെ ഒരു ഡ്രോപ്സ് ഒന്നും ആ സിറ്റുവേഷൻസിൽ ഉപയോഗിക്കാതിരിക്കുന്നതാണ്. ഹോസ്പിറ്റലിൽ എത്തുന്നവരെ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എത്തുക. അല്ല, വെള്ളം കുഴപ്പമില്ല, അതും ഈ ചെറിയ ചൂടുള്ള ലൂക്ക് വാം വാട്ടർ.